ഇതാണ് ഇന്ന് രാവിലെ കാട്ടാക്കട മണ്ഡപത്തിൻകടവിൽ കണ്ട ജീവി. ആദ്യം പുലി, പിന്നെ വള്ളിപ്പുലി, കുറുക്കൻ, ഒടുവിൽ പുലി പട്ടിയായി. ഇന്ന് പുലർച്ചെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയുള്ള അന്വേഷണത്തിലാണ് ക്യാമറയിൽ പതിഞ്ഞത് ലാബിനത്തിൽപ്പെട്ട നായയാണെന്ന് കണ്ടെത്തിയത്. മണ്ഡപത്തിൻകടവ് സ്വദേശി ശ്രീകുമാറിന്റെ പുരയിടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ 4 സെക്കൻഡ് വീഡിയോയാണ് നാട്ടിൽ വലിയ ആശങ്ക പടർത്തിയത്. ദൃശ്യങ്ങളുള്ളത് ലാബിനത്തിൽപ്പെട്ട നായയാണെന്ന് പരുത്തിപ്പള്ളിയിലെ RRT സംഘം അറിയിച്ചു. നടത്തത്തിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ളതിനാലും ജീവിയെ കണ്ട സ്ഥലം നെയ്യാർ ഡാമിന് അടുത്തു നിൽക്കുന്നതിനാലും ആശങ്കയിലായിരുന്നു നാട്ടുകാർ. മണ്ഡപത്തിൻകടവ് കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപത്താണ് ജീവിയെ കണ്ടെത്തിയത്. പുലിയാണെങ്കിൽ ചെവിയുടെ ഭാഗം താഴ്ന്നാണിരിക്കുകയെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. എന്നാൽ ദൃശ്യങ്ങളിലുള്ള ജീവിയുടേത് ഉയർന്നാണ് കാണുന്നത്. ആരെങ്കിലും ഉപേക്ഷിച്ചു പോയ വളർത്തുനായയാവാമെന്നും വനംവകുപ്പ് അറിയിച്ചു. അതേസമയം ഇത്തരത്തിലൊരു നായയെ പ്രദേശത്ത് സമീപവാസികളാരും കണ്ടിട്ടുമില്ല. വള്ളിപ്പുലി അതുമായി ബന്ധപ്പെട്ടൊരു നിഗമനമാണ് നമുക്കുള്ളത്. അവർ പറയുന്നു, അതുകൊണ്ട് അവരെ വിളിച്ചറിയിച്ചു. അവർ പരിശോധിച്ച്, കാൽപ്പാട് വെച്ചാണല്ലോ, പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അവരെ അറിയിച്ചത്. ഇപ്പോൾ അവർ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് എന്തോന്ന് ലാബിനത്തിൽപ്പെട്ട പട്ടിയെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് നെയ്യാർ ഡാമല്ലേ, നെയ്യാർ ഡാം അമ്പൂരി, അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഇടതുകര കനാൽ, അപ്പോൾ വനാതിർത്തിയായി ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട് അവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ആര്യങ്കോട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സോളാറിൽ പ്രവർത്തിക്കുന്ന ക്യാമറയായതിനാൽ അനക്കമുണ്ടായാൽ സ്ഥലത്തെ 4 സെക്കൻഡ് വീഡിയോ മാത്രമേ ലഭ്യമാവുകയുള്ളൂ.